മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്ത് 221 ദിവസമായി തങ്ങൾക്ക് ഭൂമി വേണമെന്നാവശ്യപ്പെട്ട് ബിന്ദു വൈലേശ്വരിയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ സമരം ചെയ്തു വരികയായിരുന്നു. എന്നാൽ ഇന്ന് ആ സമരം അവസാനിപ്പിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സമരം അവസാനിപ്പിക്കുന്നത്? ആ സമരത്തിന് നേതൃത്വം നൽകിയ ബിന്ദു വൈലേശ്വരി തന്നെ ഇപ്പോൾ മീഡിയ വണ്ണം ചേരുകയാണ്. സമരം 221 ദിവസം മുന്നോട്ട് പോയി. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്? ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുക എന്നല്ല, നമ്മൾ നിയമ പോരാട്ടത്തിൽ കൂടെ ആണ് ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങണേ. കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഫയൽ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ജനാധിപത്യ സർക്കാർ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാം. കാരണം ജനാധിപത്യ സർക്കാരിന്റെ മുന്നിലാണല്ലോ സമരത്തിനൊക്കെ ഒരു വില ഉള്ളത്. ഇവിടെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മളെ കേരളത്തിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഈ സമരം അധികാരികൾ ആരും കണ്ടില്ല. ഇല്ല, അധികാരികൾ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അധികാരികൾ അതെ, അധികാരികൾ നിരന്തരമായിട്ട് കാണല്ല. അധികാരികളെ കണ്ണിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിന് മന്ത്രിമാർ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സമരത്തിന് നിലമ്പൂര് സമരം ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെ വകുപ്പ് മന്ത്രി ഇതിനെ ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് മന്ത്രിയാണ്. അത് കഴിഞ്ഞ് നിലമ്പൂര് MLA, അന്ന് അൻവറായിരുന്ന MLA അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അധികാരികൾ കാണില്ല, സർക്കാർ കാണില്ല എന്ന് പറയാൻ പറ്റൂല. നമ്മൾ മുഖ്യമന്ത്രിനെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ചീഫ് സെക്രട്ടറിനെ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞ 8 ദിവസത്തിനകം നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഇവരൊരു ഇടതുവശത്തിന്റെ ഒരു ധാർഷ്ട്യമാണ് ഇവിടെ നമ്മളെ സമരങ്ങളോട്. സമരം ചെയ്യുന്നവർക്ക് ഒന്നും ചെയ്ത് കൊടുക്കരുത് എന്നുള്ള അവരൊരു അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കേരള സമൂഹത്തിനോട് എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ജനാധിപത്യ രീതിയിൽ പിന്നെ അല്ലാത്ത ഒരു ഭരണം നമുക്ക് ജനാധിപത്യ രീതിയിലാണ് അവര് അധികാരത്ത് വന്നെങ്കിലും അവരെ നിലപാടുകൾ അതല്ല, ജനാധിപത്യ രീതി എന്നുള്ള നിലപാടുകളല്ല. അപ്പൊ ഇതിങ്ങനെ ഒരു ഗവൺമെന്റ് നമ്മളെ കേരളത്തിലുള്ളത് ഈ സമൂഹത്തിനും ഒക്കെ വളരെ അപകടം പിടിച്ചൊരു ഗവൺമെന്റാണ് ഇപ്പൊ ഉള്ളത്. വളരെ അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഇതൊരു മുന്നിൽ കാണണം. ഇങ്ങനെ ഈ ഒരു ഗവൺമെന്റ് നിലവിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും അതുപോലെ ഒരിക്കലും നമുക്കൊരു മുന്നോട്ടുള്ള ജീവിതമോ കാര്യങ്ങളൊന്നും ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി എന്തായാലും ഇവർക്ക് കേരളത്തിൽ ഒരിക്കലും ഒരു സീറ്റ് പോലും ഇവർക്ക് കിട്ടില്ല എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾക്ക് ഭരണവും കിട്ടൂല, ഒരു എവിടെയും നമുക്കൊരു സീറ്റ് പോലും ചിലപ്പോൾ നിയമസഭയിൽ ഒരു MLA പോലും ഉണ്ടാവില്ല എന്നുള്ളത് അവര് ഉറപ്പിച്ച ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മളെ സമരം അവർ പരിഗണിക്കണം എന്നില്ല. ഇത് നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 7 മാസമായി ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ അത് നിയമനാട് നമുക്ക് ആരാണോ കരാറിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒപ്പിട്ട് തന്ന ആള് അതിന് മറുപടി പറയട്ടെ. ഞങ്ങള് നിയമപരമായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി നിയമ പോരാട്ടത്തിൽ കൂടെയാണ് ഞങ്ങൾ പോകാൻ പോണത്. പ്രത്യക്ഷ സമരം അവസാനിപ്പിക്കുന്നു, പക്ഷെ നിയമ പോരാട്ടം തുടരും. നിയമ പോരാട്ടം തുടങ്ങും. ഇതിലും വലിയ സമരം, അതായത് നിലമ്പൂര് മേഖലയിലേക്ക് എവിടേക്കാണോ നിശ്ചിത വനഭൂമി കോടതി വിധി പ്രകാരം നമുക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്, ആ ഭൂമിയിൽ ഒരു തരിമ്പ് പോലും ഇല്ലാതെ നമ്മൾ നേടിയെടുക്കാനുള്ള എല്ലാ നിയമ പോരാട്ടവും സമരം ആയിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു സമരം ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് കഴിയാതായി വരും. അപ്പൊ അതിനൊരു സാധ്യതമാകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്രവർത്തിക്കാൻ ഇറങ്ങണം. അപ്പോൾ അത് നിയമ പോരാട്ടത്തിൽ കൂടെ തന്നെ ഇനി ആ ഭൂമി എവിടേക്കാണെന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഈ സർക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അത്രയ്ക്ക് ഒരു അധംപതിച്ച കുറച്ച് വ്യക്തികളാണ്. സർക്കാരിന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. കുറച്ച് വ്യക്തികളാണ്. ആ വ്യക്തികളുടെ മുന്നിൽ നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമല്ല. കാരണം നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ സമരം ചെയ്തിട്ട് അവർക്ക് കോടതിയിൽ പോണ്ടി വരുന്ന ആ ഗതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ ആരോടാണ് ഇത് നമ്മൾ പറയേണ്ടത്? നമ്മുടെ ജനാധിപത്യ രീതിയാണല്ലോ. അപ്പൊ ഇത് ആരോടാണ് നമ്മൾ പറയേണ്ടത്? നാഥനില്ലാത്ത ഒരു കളരിയായിട്ട് നമ്മളെ കേരളം മാറിയിട്ട് കുറെ ദിവസങ്ങളായി. അപ്പൊ നമ്മൾ ആരോട് പറയണം? എവിടെ ചെന്ന് പറഞ്ഞാലും നമുക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ഇനി ആശ്രയാകുള്ള കോടതിയാണ്. ആ ഒരു നീതിപീഠത്തെയാണ് ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ആ നീതിപീഠത്തിനോട് ആണ് അപ്പൊ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളത്. ഇനി കോടതി എങ്ങനെയാണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നമ്മുടെ സമരവും കാര്യങ്ങളും മുന്നോട്ട് പോയി. സാധാരണ സമരം എന്ന് പറയുമ്പോൾ അത് അവസാനിപ്പിക്കൽ സമരം വിജയിപ്പിച്ചുകൊണ്ടാണ്. ഇതൊരു ദീർഘകാലം നീണ്ടുന്നൊരു സമരം ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ടോ?
ഇല്ല, ഇങ്ങനെ ഞങ്ങൾ അതിന് സമരം അവസാനിപ്പിക്കുന്നില്ലല്ലോ. സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. പോരാട്ടം തുടരും. പിന്നെ പോരാട്ടം തുടരും. സമരം അവസാനിച്ചിട്ടില്ല, സമരം തന്നെയാണല്ലോ. ഇനിയിപ്പോ കോടതിക്ക് നമ്മൾ പോകുമ്പോ ഞാൻ ലക്ഷക്കണക്കിന് രൂപേന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ നേരിടാൻ പോണത്. അത് തന്നെ ഒരു പോരാട്ടമാണ്. അപ്പൊ സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഞങ്ങൾ ഈ ഒരു ഇവരെ ഇങ്ങനത്തെ ഒരു ഈ സംഘപരിവാർ പോലും ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്യാത്ത ഈ ഒരു ഭരണകൂടത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിത് ഏറ്റെടുത്തിക്കണത്. അല്ലാതെ ഇവരെ മുന്നിലൊന്നും നമ്മൾ ഇവരെ മുന്നിലൊക്കെ 100%. കാരണം ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ അവരെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ അവരെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോണത് അവരറിയണില്ല. അപ്പൊ അതിനകത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരെ മുന്നിൽ എത്രയോ മുകളിലാണ്. നമ്മൾ ഇതിനകത്ത് വിജയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഏതായാലും അത് തന്നെയാണ് അവർ പറയുന്നതും. 221 ദിവസം ഇവിടെ ഇരുന്നു. ഈ പ്രത്യക്ഷ സമരം മാത്രമാണ് അവസാനിക്കുന്നത്. പോരാട്ടം തുടരും. നിയമ പോരാട്ടവുമായും മറ്റു സമരങ്ങളുമായി മുന്നോട്ട് പോകും. സർക്കാർ സംവിധാനങ്ങളും തങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളത് കൂടി ബിന്ദു വൈലശ്ശേരി പറഞ്ഞു വെക്കുകയാണ്. സമരവും പോരാട്ടവും ഇവിടെ അവസാനിക്കില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.